യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. യൗവന മനോഹരമായൊരു നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയാണ് അല്ലേ? യൂത്ത് ഇമ്പാക്റ്റ് അവതരിപ്പിക്കുന്ന പ്രോഗ്രാമിലേക്ക് നമുക്ക് കടക്കാം. ഈ കഥയിലെ കഥാപാത്രങ്ങൾ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി യാതൊരു ബന്ധവുമില്ല. അങ്ങനെ തോന്നിയാൽ തികച്ചും യാദൃച്ഛികം മാത്രം. ഓരോരുത്തരായിട്ട് അകത്തേക്ക് വിളിച്ചോളൂ. വിളിക്കാം പാസ്റ്റർ. ചിന്നമ്മ, ചിന്നമ്മ. നമസ്കാരം പാസ്റ്റർ. വരൂ, ഇരിക്കൂ. എന്താ സിസ്റ്റർ പ്രശ്നം? എൻ്റെ പൊന്നു പാസ്റ്ററെ, ഞാൻ ചർച്ചിൽ സാക്ഷ്യം പറഞ്ഞു തുടങ്ങുമ്പം പെട്ടെന്ന് നിർത്തണമെന്ന് ആഗ്രഹിച്ചാൽ തുടങ്ങണേ. പക്ഷെ പറഞ്ഞു തുടങ്ങുമ്പം എനിക്കെൻ്റെ സ്ഥലകാല ബോധം നഷ്ടപ്പെടും. ഒരാഴ്ചയ്ക്കുള്ളിൽ നടന്ന കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കണമെങ്കിലും ജനിച്ചത് മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒരു മനസ്സമാധാനം കിട്ടൂല. ഇതൊരു മാനസിക പ്രശ്നമാണോ എന്നൊരു സംശയം. ചിന്നമ്മയ്ക്ക് എത്ര വയസ്സായി? 42. ഇതൊരു മാനസിക പ്രശ്നമല്ല. ഈ പ്രായത്തിലുള്ള വിശ്വാസികൾക്ക് വരാൻ ചാൻസ് ഉള്ള രോഗമാണ്. വൈദ്യശാസ്ത്രപരമായിട്ട് സാക്ഷ്യമാന്യ എന്നാണ് പറയുന്നത്. കുറച്ച് അച്ചടക്കവും സാമാന്യ ബോധമുണ്ടെങ്കിൽ ഇത് തനിയേ മാറിക്കോളും. അതൊന്ന് ശീലിക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ശ്രമിച്ചിട്ട് നടന്നില്ലെങ്കിൽ എന്തു ചെയ്യും? എന്നിട്ടും കുറഞ്ഞില്ലെങ്കിൽ ഒരു വഴിയുണ്ട്. സാക്ഷ്യം പറയാൻ എഴുന്നേൽക്കുമ്പോൾ അടുത്തിരിക്കുന്നവരോട് പറയണം. ഓവർ ആകുന്നെങ്കിൽ വാച്ച് ഒന്ന് പൊക്കി കാണിക്കാൻ പറയണം. അല്ലെങ്കിൽ മൈക്ക് ഓപ്പറേറ്ററോട് ഓവർ ആകുന്നെങ്കിൽ മൈക്കിൻ്റെ സൗണ്ട് കുറയ്ക്കാൻ നേരത്തെ പറഞ്ഞിരുന്നാൽ മതി. ശരി പാസ്റ്ററെ, ഞാൻ ശ്രമിച്ചു നോക്കാമേ. ശരിയാകുമ്പോൾ എന്നെ അറിയിക്കണം. ഇത് ശരിയായ ഞാനൊരു സാക്ഷ്യം പറയും. ജേക്കബ്, ജേക്കബ്. വരൂ, ഇരിക്കൂ. എന്താ ജേക്കബ് പ്രശ്നം? എൻ്റെ പൊന്നു പാസ്റ്ററെ, ചർച്ചിൽ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ വല്ലാത്തൊരു ദഹനക്കേടാ. പ്രത്യേകിച്ച് ഈ പ്രസംഗം തുടങ്ങുമ്പോൾ വല്ലാത്തൊരു ക്ഷീണം വരും. എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർന്നാ മതി എന്ന് തോന്നിപ്പോകും. പക്ഷേ ജേക്കബ്, പ്രസംഗത്തിനിടയ്ക്ക് ഹല്ലേലൂയ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അത് കേട്ടെങ്കിലും ഒന്ന് നിർത്തുമെന്ന് വിചാരിച്ചാണ് പറയുന്നത്. താൻ ഈ പ്രാർത്ഥനയും വചനവും എല്ലാം ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഈ പ്രശ്നങ്ങളെല്ലാം മാറിപ്പോവും. പിന്നെ ഈ പ്രസംഗം തീരാൻ വേണ്ടി ഹല്ലേലൂയ പറയാതെ പ്രസംഗം ശ്രദ്ധിച്ചിരുന്ന് ഹല്ലേലൂയ പറയാൻ ശ്രമിക്കുക. ഓക്കെ പാസ്റ്ററെ, ഞാൻ ശ്രമിച്ചു നോക്കാം. പാസ്റ്റർ, ഒരു കാര്യം കൂടി, ഈ കഞ്ഞി കൊടുക്കുന്ന ഏർപ്പാടൊന്ന് നിർത്താമോ? ആഹാരം നൽകുന്നത് നല്ല കാര്യമല്ലേ? അതെ, നല്ല കാര്യമാ. ഞാൻ പറഞ്ഞത് കഞ്ഞി മാറ്റി ബിരിയാണി ആക്കണമെന്നാണ്. ജേക്കബ് സ്പോൺസർ ചെയ്യുവാണേ ഇനി മുതൽ കഞ്ഞി വേണ്ട, ബിരിയാണി ആക്കാം. അയ്യോ, അത് ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. മതി മതി, കഞ്ഞി മതി, കഞ്ഞി മതി. അടുത്ത ആളെ വിളിക്ക്. ഏലിയാമ്മ, ഏലിയാമ്മ. ഇരിക്കൂ. എന്താ പ്രശ്നം? എല്ലാവർക്കും എന്നോട് അസൂയ പാസ്റ്ററെ. അസൂയയോ? അതെന്തിനാ? ഞാൻ പ്രാർത്ഥന തുടങ്ങിയ കുറച്ച് ഒച്ചത്തിൽ സമയമെടുത്തേ പ്രാർത്ഥിക്കൂ, അതിനാ. പ്രാർത്ഥിക്കുന്നത് നല്ലതല്ലേ? പക്ഷേ അതെന്തിനാ മറ്റുള്ളവർ അസൂയപ്പെടുന്നത്? ചുമ്മാതാ പാസ്റ്ററെ, ഈ അമ്മ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ അയൽവക്കത്തുള്ളവർക്ക് ചെവി കേൾക്കാൻ പറ്റത്തില്ല. ഇറങ്ങി പോടാ പിശാചേ, നിന്റെയൊക്കെ തല തകർന്നു പോകുമെടാ സർപ്പസന്തതികളെ. ഇങ്ങനെയൊക്കെ വിളിച്ച് അപ്പുറത്തുള്ള വീട്ടുകാർ കേൾക്കാൻ വേണ്ടിയാ പ്രാർത്ഥിക്കുന്നേ, അതും 8-10 മണിക്കൂർ. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാമോ? ആന്റിക്ക് അവരോട് വിരോധം എന്തെങ്കിലും ഉണ്ടോ? പാസ്റ്ററെ, അവന്മാരൊക്കെ കള്ളന്മാരാ. അവർക്ക് വലിയ വീടും കാറും ഒക്കെയാ. വല്ല കള്ളക്കടത്തും ആണോ ചെയ്യുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്കൊരു നാനോ കാറ് പോലും ദൈവം തന്നില്ലല്ലോ പാസ്റ്ററെ. അതിനൊരു പരിഹാരമുണ്ട്. ആന്റി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം ആന്റിയെയും അനുഗ്രഹിക്കും. ആന്റിക്ക് കൂടുതൽ നേരം പ്രാർത്ഥിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ മുറിയിൽ കയറി ശബ്ദം കുറച്ച് പ്രാർത്ഥിച്ചാൽ മതി. ശരി പാസ്റ്ററെ, ഞാൻ ശ്രമിച്ചു നോക്കാം. പാസ്റ്ററെ, ഇവക്കും എന്നോട് അസൂയ. ഇനി ആരെങ്കിലും ഉണ്ടോ?
ഉണ്ട് പാസ്റ്റർ, വിളിക്കട്ടെ? ആ വിളിക്ക്. കുട്ടപ്പൻ. കുട്ടപ്പൻ. കുട്ടപ്പൻ ഇരിക്കൂ. എന്താ പ്രശ്നം? എനിക്ക് ഓഹരി വയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ പാസ്റ്ററെ. കുട്ടപ്പൻ എത്ര രൂപയാ ഓഹരി വെക്കുന്നത്? കഷ്ടിച്ച് 100 രൂപയാ. അത്രയ്ക്ക് ദാരിദ്ര്യത്തിലാണോ? അതെ പാസ്റ്ററെ. കുട്ടപ്പന്റെ മക്കളൊക്കെ എന്തു ചെയ്യുന്നു? ഒരാൾ സിംഗപ്പൂരിലും ഒരാൾ കാനഡയിലുമാണ്. അവർ കുട്ടപ്പനൊന്നും അയക്കാറില്ലേ? അയക്കും. ഒരാൾ 1 ലക്ഷവും മറ്റേയാൾ 2 ലക്ഷവും അയക്കും. എല്ലാ മാസവും അയക്കാറുണ്ട്. കുട്ടപ്പന് ജോലിയൊന്നുമില്ലേ? ജോലിയൊന്നും ഇല്ല പാസ്റ്ററെ. പക്ഷേ 3 ഏക്കർ റബ്ബറും 2 ഏക്കർ കാപ്പിത്തോട്ടവും ഉണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ വീടോ? കുഞ്ഞു വീടാ പാസ്റ്ററെ, 3 നില. ഓ, ഇത്രയും പാവപ്പെട്ടവനാണെന്ന് അറിഞ്ഞില്ല. കുട്ടപ്പന് ദൈവം ഇത്രയും അനുഗ്രഹിച്ചതല്ലേ? ദൈവത്തിന് കൊടുക്കാൻ മടി കാണിക്കരുത്. കാരണം ഇതെല്ലാം തിരിച്ചെടുക്കുവാനും ദൈവത്തിന് 1 നിമിഷം മതി. ഓഹരി കൊടുത്താൽ അനുഗ്രഹം കൂടുകയുള്ളൂ, കുറയത്തില്ല. അങ്ങനെ ലാഭമുള്ള കച്ചവടമാണെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം. ത്രേസ്യക്കുട്ടി. എന്താ പ്രശ്നം? സണ്ണിക്കൊരു പ്രശ്നമുണ്ട്. ആരാധന തുടങ്ങുമ്പോൾ അവന് മൂത്രമൊഴിക്കാമുണ്ട്. അതിനെന്താ? ടോയ്ലറ്റിൽ പോയിട്ട് വന്നിരിക്കണം. അതല്ല പാസ്റ്ററെ, അവൻ പോകുമ്പോൾ 4-5 പയ്യന്മാരെയും കൂടെ കൊണ്ടുപോകും. അതിനെന്താ നീ എല്ലാവരെയും കൊണ്ടുപോകുന്നത്? നമ്മൾ എവിടെ പോയാലും ഒറ്റക്കെട്ടായി പോകണമെന്നല്ലേ പാസ്റ്റർ യൂത്ത് മീറ്റിംഗ് പറഞ്ഞിട്ടുള്ളത്? ഓ, അങ്ങനെയാണല്ലേ. അതിനൊരു പ്രതിവിധിയുണ്ട്. ഇനി ഇങ്ങനെ പോകുമ്പോൾ നല്ല ചൂരൽ വടി കൊണ്ട് മുട്ടിന് താഴെ 4 എണ്ണം കൊടുത്താൽ മതി. അയ്യോ എൻ്റെ പൊന്നു പാസ്റ്റർ, ഇനി ഞാൻ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോക്കോളാം. നന്ദി പാസ്റ്ററെ, ഇനി ഞാൻ നോക്കിക്കൊള്ളാം. ഓക്കെ, അടുത്ത ആളെ വിളിക്ക്. ഷീന ജോർജ്. അയ്യോ, ഇത് നമ്മുടെ വർഷിപ്പ് ലീഡർ അല്ലേ? എന്താ സിസ്റ്റർ പ്രശ്നം? ഈയിടെയായി കൊയറിലും വർഷിപ്പ് ലീഡ് ചെയ്യാനും കാണാറില്ലല്ലോ. അത് പറയാൻ തന്നെയാ വന്നത്. ആ സിസ്റ്റർ പറഞ്ഞോളൂ. പാസ്റ്റർ, ഞാൻ വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ കീബോർഡ് വായിക്കുന്ന പയ്യൻ മനഃപൂർവ്വം തെറ്റിച്ചാണ് വായിക്കുന്നത്. മാത്രമല്ല, ഞാൻ കൊയറിൽ പാടുമ്പോൾ മൈക്ക് ഓപ്പറേറ്റർ എൻ്റെ ശബ്ദം ഉറക്കി വെക്കത്തില്ല. അതെന്താ കാരണമെന്ന് എനിക്കറിയണം, എന്നിട്ടേ ഞാൻ പാടുന്നുള്ളൂ. ഓഹോ, അതറിയണമല്ലോ. ഷിനു, എന്താ പാസ്റ്റർ? ആ കീബോർഡ് വായിക്കുന്ന പയ്യനെയും മൈക്ക് ഓപ്പറേറ്ററെയും ഒന്ന് വിളിക്ക്. വിളിക്കാം പാസ്റ്റർ, അവർ ചർച്ചിലുണ്ട്. ഞാൻ വിളിക്കുന്നെന്ന് പറയ്. പറയാം പാസ്റ്റർ. വിഷമിക്കണ്ട, ഇത് ഇന്ന് തന്നെ പരിഹാരമുണ്ടാക്കാം. നീ ഈ സിസ്റ്റർ പാടുമ്പോൾ കീബോർഡ് തെറ്റിച്ച് വായിക്കുന്നു, അതെന്താ? ഞാൻ കറക്റ്റായിട്ടാണ് വായിക്കുന്നത്. ഈ സിസ്റ്ററാണ് പാടി തെറ്റിക്കുന്നത്. കൂടാതെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പാട്ട് മാറ്റി പാടും. ഫുൾ പിച്ച് ഔട്ടാണ്. പിന്നെ ഞാൻ എങ്ങനെയാ നേരെ കീബോർഡ് വായിക്കുന്നത്? ഈ സിസ്റ്റർ ബാക്ക് സപ്പോർട്ട് പാടുമ്പോൾ താൻ ശബ്ദം കൊടുക്കാറില്ലേ? അതേ പാസ്റ്ററെ, ലീഡ് ചെയ്യുന്നവർ തീ പോലെ ഇറങ്ങി വാ എന്ന് പാടുമ്പോൾ ഈ സിസ്റ്റർ മഴ പോലെ ഇറങ്ങി വാ എന്നാ പാടുന്നേ. അത് ഉറക്കെ വെച്ചാൽ വർഷിപ്പ് കുളമാകില്ലേ? ഞാൻ സീനിയർ വർഷിപ്പ് ലീഡർ അല്ലേ, അപ്പോൾ ഞാൻ പാടുന്നതനുസരിച്ച് കീബോർഡ് വായിക്കേണ്ടി വരും. പിന്നെ ആര് ലീഡ് ചെയ്താലും എനിക്ക് ഇഷ്ടമുള്ള പാട്ടേ ഞാൻ പാടുള്ളൂ. അതെനിക്ക് കേൾക്കുകയും വേണം. ഓഹോ, അങ്ങനെയാണോ? അപ്പോൾ തൽക്കാലത്തേക്ക് സിസ്റ്റർ കൊയറിൽ വർഷിപ്പ് ലീഡ് ചെയ്യാനും കയറണ്ട. അയ്യോ, ചതിക്കല്ല പാസ്റ്ററെ, ഇനി ഞാൻ ശ്രദ്ധിച്ച് പാടിക്കൊള്ളാം. സിസ്റ്റർ, മറ്റുള്ളവർ പാടുന്നത് കേട്ട് പഠിക്ക്, അതിനുശേഷം കൊയറിൽ പാടാം. ശരി പാസ്റ്റർ. ഇനി ആരും ഇല്ലല്ലോ? ഇല്ല പാസ്റ്റർ. പോകല്ലേ പാസ്റ്ററെ, ഒരാളൂടി ഉണ്ടേ. സമയം കഴിഞ്ഞല്ലോ, എന്നിട്ട് ഇപ്പോഴാണോ വരുന്നേ? ആരാധനയ്ക്ക് ആശീർവാദം പറയുമ്പോൾ എത്തുന്ന ആളാ, പിന്നെ അല്ലേ കൗൺസിലിംഗ്. ആ, എന്തായാലും വാ. ശോശമ്മ, എന്താ ഇങ്ങനെ താമസിക്കുന്നത്? അയ്യോ, ശോശാമ്മ എന്ന പേര് മാറ്റി, ഇപ്പൊ ഡെയ്സിയാ. ഓ സോറി, അറിഞ്ഞില്ല. അതെന്താ മാറ്റിയത്? ശോശാമ്മ ഒരു ഗുമ്മില്ല പാസ്റ്ററെ. ആ, ഡെയ്സി എന്താ താമസിച്ചേ? തിരക്കാ പാസ്റ്ററെ. ജോലി എന്തെങ്കിലും ഉണ്ടോ? ജോലിയൊന്നും ഇല്ല, വീട്ടിൽ തന്നെയാ. അത് ശരി. ഇപ്പൊ എന്താ പ്രശ്നം? വീട്ടിലിരുന്ന് ബൈബിള് വായിക്കാനോ പ്രാർത്ഥിക്കാനോ കഴിയുന്നില്ല. ചർച്ചിൽ വന്നാൽ ഉറക്കവും. വീട്ടിലെ ജോലി കഴിഞ്ഞ് വൈകുന്നേരം സമയം കിട്ടത്തില്ലേ?
എവിടെ കിട്ടാനാ പാസ്റ്ററെ? സോഫി ഗർഭിണിയല്ലേ, പ്രസവിക്കാതെ എനിക്ക് ഒരു മനസ്സമാധാനവും ഇല്ല. സോഫി മകളാണോ? മോളല്ല, പക്ഷെ മോളെ പോലെയാ. മരുമകളായിരിക്കും. മരുമോളൊന്നും അല്ല, മാനസ സീരിയലിലെ നായികയാ. 2 വർഷമായി ഗർഭിണിയായിട്ട്. എങ്കിൽ അത് കഴിഞ്ഞ് സമയം കിട്ടാറില്ലേ? അത് കഴിഞ്ഞ് കിളിക്കൂട്, സുധാമിനി, കുട്ടിമാമൻ, കറുത്തമ്മ ഇതെല്ലാം തീരാതെ എങ്ങനെയാ പാസ്റ്ററെ? രാവിലെ ജോലി ചെയ്തതിന് ശേഷം സമയമില്ലേ? അപ്പോഴല്ലേ ഇതെല്ലാം ഒന്ന് ഹോട്ട്സ്റ്റാറിൽ കാണാൻ പറ്റുന്നത്. സമയം കിട്ടാത്തതിനും ഉറക്കത്തിനും വേണ്ടി ഇനി ഒരു കാര്യം ചെയ്താൽ മതി. ടിവിയും മൊബൈലും 2 മാസത്തേക്ക് റീചാർജ് ചെയ്യണ്ട. അത് കഴിയുമ്പോൾ ഇത് ശീലമാകും. ചെയ്തു നോക്കാം പാസ്റ്റർ. ഒരു സംശയം, അപ്പുറത്തെ വീട്ടിൽ പോയി കാണുന്നതോട് കുഴപ്പമുണ്ടോ? ഇറങ്ങിക്കോണം, ഇനി ഇവിടെ കണ്ടുപോകരുത്. കർത്താവേ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ, ഞാൻ ഒരു ലോഡ് കുരിശാ ചുമക്കുന്നത്.